പറുദീസയുടെ പ്രതിധ്വനികൾ. എല്ലാവർക്കും സ്വാഗതം. തോപ്പിൽ മേരി ക്വീൻ പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും കൂട്ടായ്മ അവതരിപ്പിക്കുന്ന ഈ പരിപാടി സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും കഥകളിലൂടെയും ദൈവത്തിൻ്റെ മാസ്മരിക സൃഷ്ടിയായ പറുദീസയുടെ സന്തോഷത്തിലേക്കും ശാന്തതയിലേക്കും കൂട്ടായ്മയിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. ദൈവസൃഷ്ടിയുടെ വൈവിധ്യങ്ങളെയും ഈ വൈവിധ്യങ്ങൾക്കിടയിലുമുള്ള ഐക്യത്തിൻ്റെ സമ്മേളനത്തെയും നമ്മുടെ 12 ഫാമിലി യൂണിറ്റുകളും തങ്ങൾ തയ്യാറാക്കിയ ഊർജ്ജസ്വലമായ മനോഹര പ്രകടനങ്ങൾ വഴി ഇവിടെ ആഘോഷിക്കുകയാണ്. ഏദൻ തോട്ടത്തിലെ അത്ഭുതങ്ങളും സന്തോഷവും മനോഹാരിതയും ഇവിടെ പ്രതിഫലിക്കട്ടെ. We step into the light. Gardens green and skies so blue. Whispers of creation calling me and you. Eden's echoes, hear the song. A melody that carries us along. In the heart of paradise where we belong. Eden's echoes, forever strong. Every flower, every tree tells a tale of love and harmony. Nature's symphony, pure and bright, guiding us with its radiant light. Eden's echoes, hear the song. A melody that carries us along. In the heart of paradise where we belong. Eden's echoes, forever strong. Touch of grace in this sacred, cherished place. With every step our spirits rise underneath the Eden skies. Eden's echoes, hear the song. A melody that carries us along. In the heart of paradise where we belong. Eden's echoes, forever strong. The joy and hope they bring. In the hearts this song will stay. Eden's echoes guiding our way. ഏദൻസ് ഈക്കോസ്, പറുദീസയുടെ പ്രതിധ്വനികൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാണത്. എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന സ്വർഗീയ സ്പർശത്തിൻ്റെ അനുഭവമാണത്. പറുദീസയുടെ വൈവിധ്യത്തിലേക്കുള്ള ഈ യാത്ര ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തെ സ്വർഗീയ പറുദീസയിലേക്ക് കൈപിടിച്ചു കയറ്റാൻ കാതങ്ങൾ താണ്ടി കടന്നുവന്ന നമ്മുടെ പിതാവായ തോമാസ് സ്ലീഹായിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം. അചഞ്ചലമായ വിശ്വാസ തീക്ഷ്ണതയിൽ ഈശോയെ പകർന്നു തന്നുകൊണ്ട് പറുദീസയിലേക്ക് നമ്മെ ക്ഷണിച്ച വിശുദ്ധനെ നമുക്കൊന്ന് കാണാം. കലാസ്നേഹികളെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. ഇന്നേക്ക് 1972 വർഷങ്ങൾക്ക് മുൻപ് സാഹസികനായ ഒരു സഞ്ചാരി ഒലിവ് മരങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു പാൽക്കപ്പലിൽ കയറി ഈ കേരള ഭൂമിയിൽ വന്നിറങ്ങി. 1952 നവംബർ 21 ആ പുണ്യ ചരിതന്റെ പാവന പാദസ്പർശത്താൽ ഇന്ന് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന അന്നത്തെ മുസ്ലിംസിന്റെ മണത്തരികൾ കോരിത്തരിച്ചു.
ഏദൻ തോട്ടത്തിൽ എല്ലാ സൃഷ്ടികൾക്കും ഒരു ഐക്യമുണ്ട്, ഒരു സമ്മേളനമുണ്ട്, എ ഹാർമണി ഓഫ് ക്രിയേഷൻ. ഈ തോട്ടത്തിൽ എല്ലാ ശബ്ദത്തിനും എല്ലാ ചലനത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അവയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയെ പ്രകീർത്തിക്കുന്നു, സൃഷ്ടാവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. നൃത്ത ചുവടുകളുമായി ഈ തോട്ടത്തെ മനോഹരമാക്കാൻ ഇതാ കുറച്ച് സൃഷ്ടിജാലങ്ങൾ.
മനോഹരമായ ഈ ഏദൻ തോട്ടത്തിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ കഥ നടന്നത്, അല്ലേ? ഈ ലോകത്തിന് തന്നെ രൂപം കൊടുത്ത മറ്റെല്ലാ കഥകൾക്കും പ്രാരംഭമായ ആദ്യത്തെ കഥയായ നമ്മുടെ ആദി മാതാപിതാക്കളുടെ കഥ നടന്നത്. സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുസരണക്കേടിൻ്റെയും പുറത്താക്കലിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച കഥ. അതെ, എല്ലാ കഥകളും ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. നമുക്കും ഒരു കഥയാവാം, അല്ലേ? ഈ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന ചില രസക്കാഴ്ചകളിലേക്ക് പ്രാർത്ഥിക്കാൻ സമയം ഇങ്ങനെ കാണും. എടി മതിയെ നാളെ കുറിച്ച് വെക്കാതെ കല്യാണത്തിന് പോകേണ്ട സാരി ഒന്ന് തന്നിട്ടൂടെ? അപ്പോൾ സാരി കാണും. എടാ മതിയെ നാളെ കുറിച്ച് വെക്കാനാ രാവിലെ വൈകുന്നേരം ഇത് ചെയ്യുമ്പോൾ
സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും കൊച്ചുകുട്ടികളെ പോലെയായിരുന്നു. ആ തോട്ടത്തിൻ്റെ വശ്യമായ മനോഹാരിതയെ കുട്ടികളുടെ മനസ്സോടെയാണ് ഓടി നടന്ന് അവർ ആസ്വദിച്ചത്. അതവർക്ക് ആസ്വദിച്ച് തീർക്കാവുന്നതിനേക്കാളും അനേകമടങ്ങ് വലിപ്പമുള്ളതായിരുന്നു. നമ്മുടെ മനസ്സുകളെയും ആകാംക്ഷയിലേക്കും കൗതുകത്തിലേക്കും ഒന്ന് കൂട്ടിക്കൊണ്ടുപോയാലോ? ഏദൻ തോട്ടത്തിലെ നിറപ്പകിട്ടാർന്ന വൈവിധ്യങ്ങളെപ്പോലെ മനോഹരമായ പൂമ്പാറ്റകളായി ഇതാ വീണ്ടും കുറച്ച് സൃഷ്ടിജാലങ്ങൾ.
ഏദൻ തോട്ടത്തിൽ ദൈവം കൂടെ നടന്നവനാണ്. എപ്പോഴാണോ ഹവ്വ ഒറ്റയ്ക്ക് നടക്കാൻ പോയത്, അപ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങളുമുണ്ടായി. ഏദൻ തോട്ടം മനുഷ്യനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. എപ്പോഴും നമ്മൾ തോട്ടത്തിലായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം അവൻ നമ്മോടൊത്ത് നടക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോടൊത്ത് മാത്രം നടന്ന ഒരാളെ നമുക്കൊന്ന് കണ്ടാലോ? അമ്മ കാണുന്നില്ലല്ലോ. അമ്മ വരെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ശാലോ, ഇതെന്താ എന്റെ സുന്ദരി കുട്ടികളിൽ നിന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? അമ്മ പറഞ്ഞോ, ഇന്ന് ജ്യേഷ്ഠന്റെ വിരുന്ന് സൽക്കാരല്ലേ? അപ്പ ഓർക്കുന്നുണ്ടോ മക്കളെ? ഞാൻ പിന്നെ എന്തിനാ ഈ ആദ്യ മുന്തിരിപ്പഴങ്ങളുമായി ഓടിയെത്തിയത്? ഈ വിജയസംഘത്തിന് നമ്മുടെ മുന്തിരിയുടെ മധുരം കൂടെ ആവട്ടെ. അവിടെ ആഘോഷങ്ങൾ തുടങ്ങാനാണ്. അതിനല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങിയത്? അപ്പ ഞങ്ങളുടെ വേഷങ്ങളുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരികൾ ഞങ്ങളല്ലേ? ദൈവത്തിന്റെ അനുഗ്രഹമായ നിങ്ങളെക്കാൾ സുന്ദരികൾ ആരെങ്കിലും കാണുമോ? മതി ലാളിച്ചത് മതി. ഇതൊന്നും കഴിവാൻ കിട്ടിയില്ലേ? ഇനി പറ്റുള്ളൂ. അവരോട് കാത്തിരിക്കുകയായിരുന്നു. ശരി അമ്മി, ശരി ഉപ്പ, ഞങ്ങൾ പോയിട്ട് വരാമേ. ഇവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഭവനം എത്ര അനുഗ്രഹീതമാണെന്ന് ഓർത്തു പോകുന്നു. ദൈവമേ, ഇതാ നിന്റെ ദാസനായ ജോ. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. സാധാരണ നീ എവിടെ നിന്നാണ് പറയുന്നത്? എന്റെ സൃഷ്ടിയായ ഭൂമിയിൽ നിന്ന്. ആ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാണ് ഞാൻ വരുന്നത്. എന്റെ സൃഷ്ടികൾ എല്ലാം നീ കണ്ടു, എല്ലാം നീ കണ്ടു. അപ്പോൾ എന്റെ ദാസനായ ജോലികളും നീ കണ്ടുവല്ലോ. അവനെ പോലെ എന്നെ ഭയപ്പെടുകയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. നിഷ്കളങ്കവും നിരുപമായ ആരും ഈ ഭൂമിയിൽ അവൻ ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണ്. അവനും അവന്റെ വീടിന് ചുറ്റും നേരിട്ടെ അവൻ സംരക്ഷിക്കുക. അവൻ ദൈവത്തെ ശമിക്കുന്ന ദിവസങ്ങൾ വരും. നിന്റെ കപടതകൾ കൊണ്ട് എന്റെ ക്രോധത്തിന് പാത്രമാകാതിരിക്കുക. അന്ന് അവന്റെ സമ്പത്തിൽ നിന്ന് കൈവച്ചു നോക്കൂ. ജോബ് തീർച്ചയായും ദൈവത്തെ ശമിക്കും. അവന്റെ ദൈവം അവന്റെ സമ്പത്താണ്. അങ്ങനെയെങ്കിൽ അവന്റെ സമ്പത്തിന് മേൽ മുഴുവൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. അവ മുഴുവൻ നിനക്കില്ലാതാക്കാം. പക്ഷേ അവന്റെ ജീവനിൽ കൈവയ്ക്കരുത്. അങ്ങനെയുണ്ടായ എന്റെ ക്രോധത്തിൽ നീ പാത്രമാകും. എന്തിനാ നീ കരയുന്നത്? എന്തുണ്ടായി? നിന്നെ ആരെങ്കിലും ആക്രമിച്ചോ? പ്രഭു, ഞങ്ങൾ കാളകളെ കൂട്ടുകയായിരുന്നു. കാരണമില്ലാതെ ക്ഷമക്കാർ വന്ന് ഞങ്ങൾ ആക്രമിച്ചു പ്രഭു. അവർ നമ്മുടെ കാളകളെ എല്ലാം എടുത്തോണ്ട് പോയി.
സർവശക്തനായ ദൈവത്തിന് സ്തുതി. സർവശക്തനായ ദൈവത്തിന് സ്തുതി. നിങ്ങൾ ഇപ്പോഴും ദൈവത്തെ വിശ്വസിക്കുവാണോ? എല്ലാം നശിച്ചു, എല്ലാം. എന്റെ മക്കൾ എന്നിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തെ ശപിച്ച് നിങ്ങൾക്ക് മരിച്ചൂടെ? ആരിത്? ഏത് വിഡ്ഢിയും സംസാരിക്കുന്ന പോലെ നീയും സംസാരിക്കുകയാണോ? ദൈവത്തിൽ നിന്നല്ലേ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾ സമ്പാദിച്ചത്. ദൈവം തന്നത് മുഴുവൻ ദൈവത്തിനെടുക്കാൻ അധികാരമുണ്ട്. ഇനി ഒരു ആപത്തി പോലും ഇപ്പോൾ സംസാരിച്ചതുപോലെ നീ സംസാരിക്കരുത്. ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. സാത്താനെ, നീ നിന്റെ തോൽവി സമ്മതിക്കുന്നു. എന്റെ ദാസനായ ജോബ് എല്ലാ തരത്തിലും പരീക്ഷിക്കപ്പെട്ടു. എങ്കിലും അവൻ ദൈവത്തിലുള്ള വിശ്വാസം ത്യജിച്ചില്ല. ശരീരത്തിലും ആത്മാവിലും സമ്പത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. സംശയങ്ങളും പരാതികളും ആശങ്കകളും അതിയായ ദുഃഖവും ഉണ്ടായി. എന്നിട്ടും അവൻ ദൈവത്തിന്റെ നീതിയിലും പരിപാലനയിലും ആശ്രയിച്ചു. അവന്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ ഞാൻ ധന്യമാക്കി. അതിനാൽ നീ തോൽവി ഏറ്റുവാങ്ങി എന്റെ വലിയ ക്രോധത്തിൽ നിന്നും ഓടിയകരുത്. എന്റെ മക്കളിൽ ഒരാളിൽ പോലും നിനക്ക് അധികാരമില്ല. നീ അവരെ സ്പർശിക്കുകയാണ്. ജോബിന്റെ സർവഭാഗ്യവും ഇരട്ടിയാക്കി ഞാൻ തിരിച്ചു നൽകി. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഞാൻ നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു. ദൈവം കൂടെ നടക്കുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്, വലിയൊരു ലഹരിയാണ്. ആട്ടവും പാട്ടും നൃത്തവുമൊക്കെയായി അതൊരു സന്തോഷത്തിൻ്റെ തലമാണ്. നമുക്കും ദൈവത്തോടൊപ്പം നടക്കണ്ടേ? ഏദൻ തോട്ടത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ നിറങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമുക്കും അവനോടൊപ്പം ഒന്ന് നടക്കാൻ പോകാം. ആ സന്തോഷത്തിൽ നമ്മോടൊപ്പം പങ്കുചേരാൻ നിറഭേദങ്ങളുമായി സൃഷ്ടിജാലങ്ങൾ നമ്മോടൊപ്പം വീണ്ടും വരുന്നുണ്ട്.
ദൈവം നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്ക് നടുവിലും ഒരു പ്രലോഭനത്തിന്റെ മരം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ദൈവം കൂടെ നടക്കാത്ത ഒരവസരത്തിൽ ഹവ്വ അവിടേക്ക് ഒന്നുലാത്താൻ പോയി. പ്രലോഭനം ഒരു പിശാചായി ആദ്യം പ്രത്യക്ഷപ്പെട്ടതും ഈ തോട്ടത്തിൽ വെച്ച് തന്നെയാണ്. അന്ന് മനുഷ്യന് നഷ്ടപ്പെട്ട പറുദീസ തലമുറകളോളം ഒരു കിട്ടാക്കനിയായി മാറി. പക്ഷേ കൂടെ നടക്കാൻ ആഗ്രഹിച്ചവൻ നമുക്കൊരു ഉറപ്പ് തന്നിരുന്നു. കൂടെ നടക്കാൻ സ്വർഗം വിട്ട് പറുദീസ വിട്ട് ഞാൻ വീണ്ടും വരും, നിങ്ങളിൽ ഒരാളാവാൻ, നിങ്ങളെ വീണ്ടും നേടാൻ, നിങ്ങളെ തിരിച്ച് ഈ പറുദീസയിലേക്ക് കൈപിടിച്ചു കയറ്റാൻ. അതെ, അവൻ മിശിഹ ആയിരുന്നു. Sits on
പ്രതീക്ഷയില്ലാതെ, പ്രകാശമില്ലാതെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിന്റെ കരുണാർദ്രമായ കണ്ണുകൾ അനന്തമായ മഹിമയുടെ സിംഹാസനത്തിൽ നിന്ന് കാലിത്തൊഴുത്തിലേക്ക് ദൈവരാജ്യം വെളിവാക്കാൻ, നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കാൻ മനുഷ്യരക്ഷയ്ക്കായി അവൻ കുരിശുമരണം വരിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ പ്രഭാതത്തിൽ സ്വർഗം നിശ്ചലമായി. ക്രിസ്തുവിന്റെ സഭയുടെ ജനനത്തിൽ ആത്മാവ് തീജ്വാലയായി മാറി. ഈ സുവിശേഷ സത്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടുകയും സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സ്തുതി. രാജാക്കന്മാരുടെ രാജാവ് എന്നേക്കും സ്തുതിയും മഹത്വവും. ക്രൈസ്റ്റ് ദ റെഡീമർ. പറുദീസയിലേക്ക് തിരിച്ചു നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരനുഭവമാണ്. നഷ്ടപ്പെട്ട പറുദീസയിലേക്കാണ് ഈശോ നമ്മെ കൈപിടിച്ചു കയറ്റിയത്. പറുദീസയുടെ ആഘോഷത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ഉള്ള ക്ഷണമാണത്. ദൈവത്തോടൊത്തായിരിക്കാനും, ദൈവത്തോടൊത്ത് വിശ്രമിക്കാനും, ദൈവത്തോടൊത്ത് സന്തോഷിക്കാനുമുള്ള രണ്ടാമത്തെ അവസരം. ഒരു വിവാഹത്തലേന്നുള്ള മധുരം നുള്ളലും ആഘോഷവും തരുന്ന സന്തോഷം പോലെയാണത്. സ്വന്തമായി, ശാശ്വതമായി ദൈവം നേടിത്തന്നിരിക്കുന്ന ഭവനത്തിലേക്ക് യാത്രയാകുമ്പോഴുള്ള ഒരു സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇന്ന് എൻ്റെ ചേച്ചി മനീസയുടെ മധുരം വെപ്പാണ്. പേരപ്പന്മാരും ചിറ്റപ്പന്മാരും കുഞ്ഞമ്മമാരും കസിൻസും ഒക്കെ ആയിട്ട് വീട്ടിൽ നിറയെ ആളും വന്നു. നാളെ കല്യാണം കഴിഞ്ഞ് ചേച്ചി വേറൊരു വീട്ടിൽ പോകുമ്പോൾ എനിക്കും അപ്പയ്ക്കും അമ്മയ്ക്കും ചേച്ചിയെ വല്ലാതെ മിസ് ചെയ്യും. പക്ഷെ ചേച്ചിക്ക് ആരോഗ്യത്തിനാണ് ഏറ്റവും സങ്കടം എന്താണെന്നറിയുമോ? ഞങ്ങളുടെ അല്ലാമ്മച്ചീനെ കുഞ്ഞുനാൾ മുതലേ കഥ പറഞ്ഞും കൈ പിടിച്ചും കൊണ്ടു നടന്ന അല്ലാമ്മച്ചോളം വേറെ ആരും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണോ കൊച്ചുമോളുടെ മധുരക്കപ്പായിട്ട് ഈ മുറിയിൽ ഇങ്ങനെ അടച്ചിരിപ്പാണോ? അവിടെ അവർ ആഘോഷം തുടങ്ങാറായി. അതോ ഇനി ഞാൻ അദ്ദേഹത്തെ സ്പെഷ്യൽ ബ്രാൻഡ് വല്ലതും ഒളിപ്പിച്ചിട്ടുണ്ടോ? ഒന്ന് പോടാ ചെക്ക. ഏളിയവനാണല്ലോ നോർത്തിട്ട് ലാളിച്ച് വളർത്തിയിട്ട് ഇപ്പൊ ആരോട് എന്ത് പറയണം ഒരു ബോധവും ഇല്ല. അല്ല തന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ പാട്ടം കൊടുത്തൊന്നും എനിക്കെന്നെ ബോധിക്കുകയില്ല. അതെന്നെ വർത്തമാനാണ് ചെയ്യും. അവരുടെ ബൈബിളിൽ പറ്റിയ ഒരാളുടെ അമ്മച്ചയല്ലേ ഉള്ളൂ. ഇപ്പോഴും തുള്ളിക്കളിച്ച് നടക്കണം നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ ഞങ്ങളുടെ പഴയ കാലം. തിരുവിളക്കിന് ചുറ്റും നിന്ന് വായ്ത്താരി ചൊല്ലി പദമേറ്റ് പാടി ഞങ്ങളിങ്ങനെ മാർഗം കളിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാരെ പോലെ 12 പേര് ചേർന്നു ആ വിളക്കിൻ്റെ വെട്ടത്തിൽ ഞങ്ങളുടെ മുഖമൊക്കെ ചുവന്നു തുടുക്കും.
വാ, നമുക്ക് ആ നൊസ്റ്റാൾജി ഇപ്പോൾ തന്നെ നീക്കി പിടിക്കാം. ഇപ്പോഴത്തെ പിള്ളേര് ഒട്ടും മോശമൊന്നും അല്ലെന്നേ. അങ്ങനെ അന്നാമ്മച്ചിയുടെ ഓർമ്മകളിലൂടെ പോയ കാലത്തിന്റെ മധുരം ഒരിക്കൽ കൂടി ഞങ്ങളെ തേടിയെത്തി. മരിച്ച ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇന്ന് എന്താണ് പ്രാർത്ഥിക്കുകയെന്ന് അറിയുമോ? അന്നാമ്മച്ചിയെ പോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും നന്മ കാണുന്ന ഒരാളാക്കി മാറ്റണേ. ജീവിതം മുഴുവൻ പിന്നെ മധുരമല്ലേ. ആദത്തെയാണ് പറുദീസയെ കാത്തുപരിപാലിക്കാൻ ദൈവം ആദ്യം ചുമതലപ്പെടുത്തിയത്. ഇന്നാകട്ടെ സ്വർഗീയ പറുദീസയിലേക്കുള്ള മിശിഹ കാണിച്ച വഴിയിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ആ സൗഭാഗ്യം കാത്തുപരിപാലിക്കാൻ നമ്മെ ഓരോരുത്തരെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രലോഭകന്റെ വിഷസർപ്പങ്ങൾ പല രൂപത്തിൽ ഇന്നും നമ്മോടൊത്തുണ്ട്, നമ്മുടെ കുടുംബത്തിലുമുണ്ട്. അവയുടെ തല തകർക്കാൻ മിശിഹായുടെ പ്രതിപുരുഷരായവരും നമ്മോടൊത്തുണ്ട്. പറുദീസയിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ ഇന്നും ഈ യുദ്ധം തുടരുന്നു, നന്മ തിന്മകൾ തമ്മിലുള്ള യുദ്ധം. പ്രിയപ്പെട്ട ദൈവജനങ്ങളെ, നമ്മുടെ ദൈവം തലമുറയെ ക്രൈസ്തവീയതയിൽ ഊട്ടിയുറപ്പിക്കാമെന്ന സന്ദേശം നെഞ്ചിലേറ്റി സെയിന്റ് മേരീസ് ഫാമിലിയിലൂടെ ചുരുക്കുന്നു. നൂറ ഈ ദൃശ്യശ്രവ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിവിടെ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയില്ലേ? ഇന്ന് നമ്മുടെ
അതെ, ഞങ്ങൾ ചെറുപ്പക്കാരെ പെണ്ണുങ്ങളെ കുറച്ച് മണ്ണൊക്കെ ചെയ്യുന്നത് നല്ലതാ. ഇത് സൗന്ദര്യം വർദ്ധിക്കും. അയ്യോ, എന്തിനാ മഞ്ഞൾ മാത്രമാക്കുന്നേ? കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി തേച്ച് പിടിപ്പിച്ച് നീ ആ ചെടിയിലോട്ടങ്ങ് നോക്കി കോരിഞ്ഞെടുക്കാം. ദേ, എന്റെ വായിരിക്കുന്നത് രാത്രി തന്നെ കഴിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ വീണ്ടും തുടങ്ങി. എന്റെ പൊന്നു ചേച്ചി, നല്ലൊരു ദിവസമായിട്ട് രണ്ടുപേരും കൊണ്ടുവരുന്നത് പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വിദ്യാഭ്യാസം അച്ഛനും ആൾക്കാരും വരുമ്പോ അതിന് തീർക്കാൻ എന്നെ നടത്തണം, അത് തീർക്കാൻ എന്നെ കെട്ട് കയറണം. ആരാണ് പ്രായമായത്? ആരാണ് പ്രായമായത്? ഇവരേതറി? ഇതിനു മുമ്പ് വീട്ടിലേക്ക് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഗീവർഗീസ്. ഗീവർഗീസോ? ആ, ഗീവർഗീസ്. നിന്റെ വീടിന്റെയാ? കുന്തവും കുതിരയും ഒന്നും ഇല്ലേടാ. അയ്യോ, ഇത് ആ ഗീവർഗീസ് അല്ല. നമ്മുടെ അയൽക്കൂട്ടത്തിൽ കഴിഞ്ഞ മാസം താമസിക്കാൻ വന്ന ഗീവർഗീസ്. ഇവനോടെങ്കിലും ചെയ്ത് ആവശ്യക്കാരോട് ഒന്ന് പെരുമാറും. ചേച്ചി വാങ്ങാൻ പറഞ്ഞ ചായക്കുള്ള പാല് ബിസ്ക്കറ്റ്. ഓ, ഒരു ചായയും ബിസ്ക്കണേറ്റ് എല്ലാം റെഡി ആയോ എന്തോ? എന്തായാലും പുതിയ അച്ഛനെ എനിക്ക് ശരിക്കും ഒന്ന് പരിചയപ്പെടണം. എല്ലാവരും വരും, കയറിയിരിക്കും. ഇപ്പോഴും പുതിയായിട്ടുണ്ട്. അതെന്റെ ഡയലോഗല്ലേ? അച്ഛനാരായിരുന്നു? ഞാനിത് എത്തിച്ചതാ. ഞാൻ ആദ്യമായി ഈ പങ്കെടുക്കുന്ന ചടങ്ങാണിത്. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് റോസ്മേരി. എന്റെ പേര് അന്ന. സ്വഭാവം അന്ന. ഈ ഇടവകയെ കുറിച്ച് ചെറിയൊരു ധാരണ എനിക്കുണ്ട്. ഈ ഇടവകയിലെ ഒരു വിശ്വാസം ഞാൻ ആദ്യ ദിവസം തന്നെ കുമ്പസാരിക്കാൻ വന്നു. കുമ്പസാരത്തിന് 3 ദിവസമാണ് പഠിച്ചു വരുന്നത്. ഓ, എല്ലാവരുമായി നമുക്ക് തുടങ്ങാം. ഒരുവിധം എല്ലാവരുമായി വെച്ചു. ആ പിന്നെ നമ്മുടെ കൈകാരൻ എത്തിയിട്ടില്ല. കൈകാരൻ മാത്രമല്ല അച്ഛോ, അയാൾ ഇവിടുത്തെ പെരുമാറുന്നത് പ്രതിസന്ധി കൂടിയാണ്. പ്രതിഷേധത്തെ അല്ല വെച്ചി പ്രസുദേവി ഞാൻ ഞാൻ അച്ഛനെ എല്ലാവർക്കും മുന്നേ പരിചയപ്പെട്ടതാണ്. അല്ലേ അച്ഛോ? അച്ഛൻ വന്ന ആദ്യ ദിവസം തന്നെ ഞാനാണ് ഈ ഇടവകയിൽ നിന്നും ആദ്യമായി അച്ഛന്റെ അടുത്ത് കുമ്പസാരിച്ചത്. എന്താണ് ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. എല്ലാം മനസ്സിലായി ചേട്ടോ. നമുക്കൊരു പ്രാർത്ഥന തുടങ്ങാം. ആരാ നന്നായി പാടുന്നത്? എന്റെ മോനെ കൊണ്ട് പറയില്ല അച്ഛൻ. അവൻ നന്നായി പാടും. അടുത്ത ദുഃഖ വെള്ളിയാഴ്ച പാടാൻ ഒരു പാട്ട് പഠിക്കുന്നുണ്ട്. അതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ പള്ളിയിലെ ഗാനസഭത്തിൽ എഴുതണേ. അതിനെന്താ, അവനെ വിളിക്കും. മോനെ, ആ പാടൊന്ന് പഠിക്കും. ഇങ്ങനെ പാടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന നിന്നെ ഞാൻ ഒരു കുത്തും. ഈ വീട്ടിലെ ചേട്ടനെ പള്ളിയിലേക്ക് കാണാനല്ലോ. ഒന്നും പറയണ്ട. ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച അത് രാവിലെ പള്ളിയിൽ പോയാൽ പിന്നെ അര ദിവസം പോക്കാം. കടലുണ്ടാണെന്ന് അറിയില്ലേ? ഞായറാഴ്ച കുർബാനയ്ക്ക് നന്നായി ഒരുങ്ങി വേണം പോകാൻ എന്നാ പറഞ്ഞത്. അച്ഛൻ ആ പറഞ്ഞത് നേരം ഈ ഇടവകയിൽ ഏറ്റവും നന്നായി ഒരുങ്ങി പള്ളിയിൽ പോകുന്നത് അത് ഞാൻ. എല്ലാവരും നിങ്ങളൊക്കെ പള്ളിയിൽ വിടാറുണ്ടോ? ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, വായിക്കലില്ല. രാവിലെ ക്ലാസ്, ട്യൂഷൻ, സ്വിമ്മിങ്, ഡാൻസ്, പിന്നെ ഈവനിങ് കലാട്ടെ, ഒട്ടും സമയമില്ല. ഞാൻ ഇടയ്ക്ക് വരാൻ വിളിച്ചോ. സൺഡേ ഫുട്ബോൾ പ്രാക്ടീസ് പോവാം. ചുരുക്കി പറഞ്ഞാൽ ഇതിനിടെ ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണെന്ന് അർത്ഥം. കുടുംബപ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പറ്റുമൊക്കെ ഉണ്ടച്ചു. ഞായറാഴ്ചകളിലും പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് പറയുക. പള്ളിയെ വിവിധ സംഘടനകളിൽ പങ്കാളികളാണ്. കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലച്ചു. ഇതെല്ലാം നമ്മൾ സാധിക്കണം. ദൈവത്തിനായി നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മളുണ്ടാകുന്ന ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച മക്കളെ ദൈവത്തിന്റെ വഴി പോകുന്നത് നിങ്ങളുടെ ഭാവിയ സഭയാണ് ദൈവം ഇന്ന് നിങ്ങളെ വരവേൽപ്പിച്ചിരിക്കുന്നത്. അവരെ ഈശ്വര ഉന്നോദനങ്ങളായ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കണം. സ്വർഗം ഇവിടെ Swayam
അറിയിക്കുകയായിരുന്നു. നന്മ തിന്മകൾ തമ്മിലുള്ള സംഘർഷത്തിൽ നന്മ വിജയിക്കുമ്പോൾ പറുദീസ സന്തോഷിക്കുന്നു, ആഘോഷിക്കുന്നു. വീണ്ടും നിറങ്ങളും പുഷ്പങ്ങളും ആനന്ദവും നൃത്തവുമായി സൃഷ്ടിജാലങ്ങളൊക്കെയും ആനന്ദിക്കുന്നു. ആ ആഘോഷത്തിൽ നമുക്കും പങ്കുചേർന്നാലോ? ആനന്ദ നൃത്ത ചുവടുകളുമായി നമ്മുടെ പറുദീസയിലെ പൂമ്പാറ്റകൾ ഇതാ. പറുദീസയുടെ ആനന്ദത്തിലേക്ക്, ആഹ്ലാദത്തിലേക്ക് ഉള്ള ഈ യാത്രയിൽ അനിശ്ചിതത്വങ്ങളുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും, തെറ്റിദ്ധാരണകളുണ്ടാകും. നന്മത്തിന്മകളുടെ വൃക്ഷം പുതിയ പഴങ്ങൾ തന്ന് നമ്മെ ദൈവത്തെപ്പോലെ ആക്കാമെന്ന് നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. തിരഞ്ഞെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ
അവിടെ ചിലതൊക്കെ നഷ്ടപ്പെടാം, ഒരിക്കലും തിരിച്ചെടുക്കാനാവാതെ. പക്ഷേ പശ്ചാത്തപിക്കുന്നവനെ സ്വീകരിക്കാൻ ധൂർത്തപുത്രനെ എന്ന പോലെ പറുദീസയുടെ തുറന്നിട്ട വാതിലുമായി ഇന്നും അവൻ നമ്മെ കാത്തിരിക്കുന്നുണ്ട്, പറുദീസയുടെ ശാന്തതയിലേക്ക് നമ്മെ വാരിപ്പുണരാൻ. യേശുവിന്റെ കുഞ്ഞിന്റെ മാമോദിസ ദിനമായിരുന്നു ഇന്ന്. അവനും മാനിക്കും ആദ്യത്തെ കൺമണിയായി ഒരാൺകുഞ്ഞ് പിറന്നു. വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ കൊച്ചു തോമായുടെ ഇളയ മകനാണ് നമ്മുടെ എൽദോ. കൊച്ചു തോമായ്ക്ക് 2 മക്കളായിരുന്നു, എൽദോയും ബേസിൽ. അവർക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നും ഇവിടെ വേറെയില്ല. ചോരമിയർത്ത് പണിയെടുത്ത കൊച്ചു തോമായ്ക്ക് ഇന്ന് വയനാട്ടിൽ വലിയൊരു ഭൂസ്വത്ത് സ്വന്തമായിട്ടുണ്ട്. എൽദോയുടെ ചെറുപ്പത്തിൽ തന്നെ കൊച്ചു തോമ മരിച്ചു. അവൻ ഏതാണ്ട് 20 വയസ്സുള്ളപ്പോൾ അമ്മ ത്രേസ്യാമ്മയും അവരെ വിട്ടുപോയി. എൽദോയ്ക്ക് കൊച്ചുനാൾ മുതലേ ചേട്ടായി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവന്റെ ബാധിയായിരുന്നു. ഒരപ്പനെ പോലെ അവന് താങ്ങും തണലുമായത് ചേട്ടായിയായിരുന്നു. പക്ഷേ ആനിയുമായുള്ള വിവാഹത്തിന് ശേഷം അവർ ഒരിക്കലും ചേരാത്ത വിധത്തിൽ അകന്നു. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞു തീർത്ത കാര്യമല്ലേ. എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും. പക്ഷെ ഇന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാനൊരു ആട്ടക്കാരിയാണ്, ഇച്ചാനെ വശീകരിച്ച് വളർന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ശരിയാണ്. എനിക്ക് പറയാനൊരു നല്ല കുടുംബമൊന്നുമില്ല, ബന്ധുക്കളും ഇല്ല. പക്ഷെ ഇച്ചാനെല്ലാം അറിയാലോ. എനിക്ക് ഇച്ചാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം മരിച്ചത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്റെ അപ്പനെ എനിക്ക് എന്റെ ചേട്ടായി മാത്രമേ ഉണ്ടായിരുന്നു. ആ നെഞ്ചിലെ ചൂട് ഉറങ്ങി വിളിപ്പിച്ച രാത്രി എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്ന എന്റെ ചേച്ചിയാണ് എല്ലാം. എനിക്ക് നീ മാത്രമുള്ളായിരുന്നു. നീ വേദനിച്ച ഞാൻ ഈ തകർന്നു പോകും. നമുക്ക് രണ്ടുപേരും ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ അതില്ല. നമ്മുടെ ഈ കൊച്ചുതോമയിൽ മാത്രമേ പോകും. വിഷമിക്കാൻ എന്റെ വരവോടെയാണ് ഇച്ചാനെല്ലാം നഷ്ടമായി നോക്കുമ്പോ എനിക്ക് പറ്റില്ല. ചേട്ടായി ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ചായ ഈ കാണുന്നതൊക്കെ അന്ന് മുതൽ പാറപ്പുറത്ത് പാപ്പിക്ക് കുടുംബത്തിൽ അപ്പനോട് പറയാം നമ്മുടെ കുടുംബത്തോട്. എന്നാലും ചെറുതായി അവരുടെ കിഴിഞ്ഞ് വീണുപോയത് നോക്കുമ്പോഴാണ് എല്ലാം ശരിയാവിച്ചേ. നമുക്ക് ആരുടെ സ്വത്ത് പടമൊന്നും വേണ്ട. അപ്പനും മണ്ണി ഉയർത്ത് നേടിയപ്പോൾ നമുക്കും പറ്റില്ലേ ചേ? നമ്മുടെ തോന്നി മാത്രമുള്ള ലോകം, നമ്മുടെ മാത്രം ലോകം, നമ്മുടെ മാത്രം ലോകം. ഇച്ചേ
കേരളത്തെ നടക്കിയ ദുരന്തത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം വൈകുകയാണ്. കൊച്ചുകുഞ്ഞുങ്ങളടക്കം മണ്ണിനടിയിലുള്ളതാണ് ഇതിനോടകം തന്നെ ലഭിക്കുന്ന വിവരം. സംസ്ഥാന സർക്കാർ സൈന്യത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജീവിതം അനിശ്ചിതമാണ്, ചെറുതാണ്. ദൈവത്തിൻ്റെ പദ്ധതികളും നമുക്കറിയില്ല. അതിനെ ചോദ്യം ചെയ്യാനും നമുക്കാവില്ല. ഈ കൊച്ചു ഭൂമിയിലെ കൊച്ചു ജീവിതം പരസ്പരം കലഹങ്ങളില്ലാതെ, വഴക്കുകളില്ലാതെ, പിന്നീട് പശ്ചാത്തപിക്കാൻ അവസരങ്ങളുണ്ടാക്കാതെ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇനി നമ്മുടെ സമയം എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയില്ല. ദാനമായി കിട്ടിയ സമയം മനോഹരമാക്കാം, ആഹ്ലാദകരമാക്കാം. പറുദീസയിലേക്ക് നടക്കാം, പറുദീസയുടെ പ്രതിധ്വനികളാകാം. Let us be the echoes of Eden. Through Eden's gates, we step into the light. Gardens green and skies so blue. Whispers of creation calling me and you.